إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നിലയിൽ ജീവിച്ചു മരിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ പവിത്രമായ പുണ്യ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. പുണ്യമാസത്തെ സ്വാഗതം ചെയ്യുന്ന ശഅബാൻ നമ്മിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ശഅബാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കരുതലോടെ കണ്ട ഒരു മാസമാണ്. ഹിജ്റ വർഷത്തിൽ 8ാമത്തെ മാസമാണ് ശഅബാൻ എന്ന മാസം. അറബികളായ ആളുകൾ ഈ മാസത്തിന് ഇങ്ങനെ ഒരു പേരിടാൻ പല കാരണം പറയുന്നുണ്ട്. അതിലൊന്ന് അന്നൽ അറബ കാനു യതശഅബൂന ഫീഹി ലിതലബിൽ മിയാഹ്. വ്യത്യസ്ത ഇടങ്ങളിലേക്ക് വ്യത്യസ്ത ഗോത്രങ്ങളിലായി വെള്ളമന്വേഷിച്ചുകൊണ്ട് അറബികൾ പരക്കം പാഞ്ഞിരുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. ആ അർത്ഥത്തിൽ യതശഅബൂൻ ഐ യതഫറഖൂൻ,
അവർ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളായി വ്യത്യസ്ത ഇടങ്ങളിലേക്ക് ഗ്രൂപ്പായി പോകുന്ന ഒരു മാസം എന്ന അർത്ഥത്തിൽ ആണ് ശഅബാൻ എന്ന മാസത്തിന് ആ പേര് സിദ്ധിച്ചത് എന്ന് ഉലമ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദീനിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊരു അനുഗ്രഹീത മാസമായി കണ്ടു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ഐച്ഛികമായ സുന്നത്തായ നോമ്പുകൾ മറ്റു മാസങ്ങളിൽ നോറ്റുവിട്ടുന്നതിനേക്കാൾ ഉപരിയായി പ്രവാചക അങ്ങ് ശഅബാനിൽ അത് കൂടുതൽ നോറ്റുവിട്ടുന്നത് കാണുന്നുവല്ലോ, എന്താണതിന് കാരണം എന്ന് അറിയാനാണ് മഹാനായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് അതിന് കാരണമായി പറഞ്ഞത് ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه بين رجب ورمضان وهو شهر ترفع فيه الأعمال إلى رب العالمين فأحب أن يرفع عملي وأنا صائم. രണ്ടു കാരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിരത്തുന്നത്. ഒന്ന്, ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس അൻഹു ബൈന റജബിൻ വറമളാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ആളുകൾ ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധമാകുന്ന ഒരു സമയമാണ് ശഅബാന്റെ സമയം. റജബ് നമുക്കറിയാം, ജാഹിലിയ കാലം മുതൽ വളരെയധികം ബഹുമാനത്തോടെയും ആദരവോടെയും അറബികൾ കണ്ട ഒരു മാസമാണ് റജബ്. ആ പേര് തന്നെ യുറജ്ജിബൂന ഫിൽ ജാഹിലിയ, ആ പേര് പോലും, റജബ് എന്ന പേര് പോലും ജാഹിലിയത്തിലെ വലിയ ഫെസ്റ്റിവലുകളും അതുപോലെ തന്നെ വലിയ ആരാധനാ മുറകളുമൊക്കെ റജബിൽ നടക്കുമായിരുന്നു. പിന്നെ റമദാനാണ്. ഈ റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ ഗഫ്ലത്തിലായി പോകും ശഅബാൻ മാസത്തിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഈ ശഅബാനിൽ ധാരാളമായി ഇബാദത്ത് നിർവഹിക്കാൻ കാരണമായി വിശദീകരിച്ചത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗഫ്ലത്തിലായി പോകുന്ന വഖ്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇബാദത്തിൽ അല്ലെങ്കിൽ ഈമാനികമായി ഗ്രാഫ് കുറയുന്ന ചില സമയങ്ങളുണ്ട്, ചില ഔഖാത്തുകളുണ്ട്, ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കണം. കാരണം ആ സമയത്തുള്ള ഇബാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പരിഗണന തരും. നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ നമ്മുടെ തഖ്വയും ഒക്കെ പരിപാലിക്കാൻ അത്തരം ഒരു പരിഗണന, എല്ലാവരും ഗഫ്ലത്തിലായി പോകുന്ന ചില സമയങ്ങളുണ്ട്. നമുക്ക് പൊതുവെ മനഃശാസ്ത്രപരമായി എങ്ങനെയൊന്നുണ്ട്, എല്ലാവരും ഒരു മാസായി വരുമ്പോൾ നമ്മളും മാസാവും, നമ്മളും അതിലേക്ക് ചാടി ഇറങ്ങും. പക്ഷെ ആളുകൾ ഡൗൺ ആകുമ്പോൾ നമ്മളും ഡൗൺ ആയി പോകും. ഇത് വളരെ കരുതലോടെ കാത്തു സൂക്ഷിച്ച ആളാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഗഫ്ലത്തിലാകുന്ന ജനങ്ങൾ, ഗഫ്ലത്തിലാകുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലെ ഇബാദത്തുകൾക്ക് പ്രത്യേകമായ പരിഗണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുക മാത്രമല്ല, ആ സമയത്തിൽ ഉള്ള ഇബാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഇപ്പൊ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം നമ്മൾ പെട്ടെന്ന് ഗഫ്ലത്തിലാകുന്ന സമയമാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നമ്മൾ വല്ലാതെ കളിച്ചു തീർക്കും, ശ്രദ്ധിക്കില്ല. ആരും ഇശാ ഉണ്ട്, മഗ്രിബ് കഴിഞ്ഞാൽ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെയായി നമ്മുടെ മനസ്സ് ഗഫ്ലത്തിലാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, അവർ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഐച്ഛികമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുമായിരുന്നു. ചില സഹാബികൾ പള്ളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ നമുക്കറിയാം, അസ്സമാഉ അമനത്തുൻ ലി ഉമ്മത്തി, അസ്സമാഉ അമനത്തുൻ ലി ഉമ്മത്തി, പിന്നെ ഉമ്മത്തി എന്ന് പറയുന്ന ഒരു ഹദീസ്, അഥവാ ആകാശത്തിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം. ആ വചനം നബി പഠിപ്പിക്കുന്നത് അസ്ർ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ പള്ളിയിൽ ഇരിക്കാൻ തീരുമാനിച്ച ഒരു കൂട്ടം സ്വഹാബികൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, സലഫുകളായ ആളുകൾ എന്തുകൊണ്ടാണ് ഈ മഗ്രിബിന്റെയും ഇശാഇന്റെയും സമയം പ്രത്യേകമായി കൂടുതൽ ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട്, സുന്നത്തുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് ചോദിച്ചപ്പോ അവർ പറഞ്ഞ
കാരണം സാഅത്ത് ഓഫ്ല, അതെല്ലാവരും അശ്രദ്ധയിൽ കളയുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് കൂടുതൽ തതബ്ബുആയ ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് സലഫുകളുടെ രീതിയാണ്. മാത്രമല്ല, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, അതെ, രാത്രി നിസ്കാരം പ്രവാചകന്റെ ഒരു ശീലമാണത്. ഈ രാത്രി നിസ്കാരം അതിന്റെ പ്രത്യേകത എന്താണ്? ആ സമയത്തും ആളുകൾ പൂണ്ടുറങ്ങുന്ന നേരമാണ്. രാത്രിയുടെ അന്ത്യയാമം പ്രത്യേകിച്ചും ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണത്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രാധാന്യം നൽകുകയാണ്, പരിഗണന കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരൊന്നും ആ സമയത്ത് ആക്റ്റീവ് അല്ല. എല്ലാവരും ഓഫിലത്തിലാകുന്ന നേരത്ത് ആ ജൗഫുല്ലയിൽ അഖീർ, രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരടിമ എഴുന്നേറ്റ് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതാണ് ഒരു അടിമ അള്ളാഹുമായി ഏറ്റവും അടുക്കേണ്ടെന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റബ്ബുമായി മുനാജാത്ത് നടത്തി റബ്ബുമായി അടുക്കാൻ പറ്റുന്ന സമയം. ആ സമയത്ത് പ്രത്യേകമായ പരിവേശവും ഈമാനികമായ അഭിനിവേശവും ഉള്ള ആളുകൾ മാത്രമാണ് അത് പരിഗണിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂക്കുകൾ, ചന്തകൾ, ഈ ചന്തകളിൽ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു മൂഡിലാവും, ഫെസ്റ്റിവൽ മൂഡാവും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പോലെ മോളിലോ അതല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫെസ്റ്റിവൽ മൂഡിലാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ഥലത്തും ദിക്റുകൾ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിച്ചു. അവിടെ വെച്ചുകൊണ്ടുള്ള ദിക്റുകൾ, അവിടെ കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുക, ലഗ്വുകളിൽ നിന്ന് അവിടെ മാറി നിൽക്കുക. അഥവാ അത്തരമൊരു ഇടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റുന്ന, ആ ചിന്തയിൽ തെറ്റുന്ന ഇടങ്ങളിൽ കൂടുതൽ ദിക്ർ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശം തരികയാണ്. ഇതുപോലെ പരിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ നമുക്ക് വരുമ്പോ പൊതുവിൽ ആളുകൾ ഓഫ്ലത്തിലാകും. ആ ഓഫ്ലത്തിലാകുന്ന നേരത്ത് അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഒരടിമ ബോധപൂർവം ഒരുങ്ങുകയാണ്. ആരുമില്ലെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ ദിക്റിലുണ്ടാകും, ഞാൻ ഇബാദത്തിലുണ്ടാകും. ഒരു വലിയ ആൾക്കൂട്ടം ഇങ്ങനെ വരുമ്പോ അതിന്റെ കൂട്ടത്തിൽ കയറി വരുന്ന എന്നതിനേക്കാൾ ഉപരി നമ്മെ സംബന്ധിച്ചിടത്തോളം ആരുമില്ലെങ്കിലും, ആളുകൾ ഓഫ്ലത്തിലായാലും, ജനങ്ങളൊക്കെ ദിക്റിൽ നിന്ന് മാറിപ്പോയാലും എന്റെ ഖൽബ് അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്ന ഒരു ശ്രദ്ധ നമ്മിൽ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ആ പ്രയോഗം നടത്തിയത്. ശഅബാൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഓഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ഒരു മാസമായതുകൊണ്ട് പ്രത്യേകം ഞാൻ അതിനെ പരിഗണിക്കുന്നു. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വഹുവ അശ്ശഹ്റു തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യർഫഅ അമലി വഅന സ്വായിം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. അപ്പോ റബ്ബിന്റെ മുന്നിൽ എന്റെ കർമ്മങ്ങൾ നിരീക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെ സംബന്ധിച്ച് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ നിമിഷങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുവെന്നും അത് അവലോകനം ചെയ്യപ്പെടുന്നുവെന്നും അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ വരുത്തപ്പെടുന്നുവെന്നും ചിലത് പ്രതിഫലാർഹമായി തീരുന്നുവെന്നും ചിലത് ശിക്ഷാർഹമായി മാറുമെന്നും ഇതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ കൃത്യമായി റെക്കോർഡായി സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നുമുള്ള ബോധം, ഉൾബോധം, അത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് പല ഘട്ടങ്ങളിലായിക്കൊണ്ടാണ്. യൗമിയായി ഉയർത്തപ്പെടുന്നതുണ്ട്, ഷഹരിയായി ഉയർത്തപ്പെടുന്നുണ്ട്, സനവിയായി ഉയർത്തപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ യൗമിയായി, ഇന്നത്തെ എന്റെ അമലുകൾ, എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമുണ്ട്. 2 തവണ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബല അമലിൻ നഹാരി വഅമലുൻ നഹാരി ഖബല അമലിൽ യൗം. രാപ്പകലുകളിൽ വേർതിരിച്ചുകൊണ്ട് തന്നെ ഒരു പകലിൽ എന്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ നമ്മളെ കുറിച്ച് ഒരിക്കലും അവലോകനം ചെയ്യുന്നില്ല, നമ്മൾ നമ്മെക്കുറിച്ച് വിചാരണ ചെയ്യുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ദിവസം എന്റേത് കൃത്യമായി റബ്ബിന്റെ മുന്നിൽ റിപ്പോർട്ട് പോകുന്നുണ്ട്. ഒരു രാത്രിയിൽ എന്റെ അനക്കവും അടക്കവും റബ്ബിന്റെ മുന്നിൽ റിപ്പോർട്ട് പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള മലായിക്കത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് വിധാനിച്ചിട്ടുണ്ട്. യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വ മലായികത്തുൻ ബിന്നഹാർ. ആ ഡ്യൂട്ടി മാത്രം നിർവഹിക്കുന്ന മലക്കുകൾ, രാവിലെ വരുന്ന മലക്കുകൾ, സുബഹിന് വരുന്ന മലക്കുകൾ, അവർ കയറിപ്പോകുന്നത് അസ്റിന്റെ നേരത്താണ്. അസ്റിന്റെ നേരത്ത് ഇറങ്ങുന്ന മലക്കുകൾ കയറിപ്പോകുന്നത് സുബഹിന്റെ നേരത്താണ്.
വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? സുബഹിന്റെ നേരത്തും അസ്റിന്റെ നേരത്തും അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്, ഡ്യൂട്ടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലും പകലും അവന്റെ അമലുകൾ മാറ്റപ്പെടുന്നു എന്ന ബോധം, ആ ബോധത്തോടെ ജീവിച്ച മുൻഗാമികൾ കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇമാം ദഹ്ഹാഖ് യബ്കി ആഖിറൻ നഹാർ, അദ്ദേഹം പകലിന്റെ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം കരയുമായിരുന്നു, അസറിന്റെ നേരത്ത് കരയുമായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞ അദ്ദേഹം കരയുന്നതില്ല? അല്ലാഹുവേ, ഇന്നത്തെ പകൽ, ഇന്നത്തെ എന്റെ ദിവസം നിന്നിലേക്ക് ഏത് കോലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്? അല്ലാഹുവേ, ഇന്നത്തെ എന്റെ റിപ്പോർട്ട് എന്താണ് നിന്റെ മുന്നിൽ, നിന്റെ സമക്ഷത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് എനിക്കറിയില്ലല്ലോ അല്ലാഹ്. ഇന്നത്തെ എന്റെ അമൽ അല്ലാഹുവേ നിനക്ക് ഇഷ്ടപ്പെട്ടോ, നിനക്ക് തൃപ്തിപ്പെട്ടോ, അല്ലാഹുവേ നിന്റെ അടുക്കൽ സ്വീകാര്യമാണോ, അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഇമാം ദഹ്ഹാഖ് വൈകുന്നേരങ്ങളിൽ കരയുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പൊ യൗമിയായി ഒരു ദിവസം ഉയർത്തപ്പെടുന്ന അമലുകൾ മാത്രമല്ല, ഉസ്ബൂഇയായി ആഴ്ചകളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മെക്കുറിച്ച് പറയുന്ന സമയമുണ്ട്, എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്ന സമയമുണ്ട്. ഈ ലോകത്തെ കോടാനക്കോടി മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. അവിടെ ഉസ്ബൂഅ് അഥവാ ആഴ്ചകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് യൗമൽ ഇത്നൈനി വ യൗമൽ ഖമീസ്. ആഴ്ചയിൽ 2 ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണ്. തിങ്കളാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണ്, വ്യാഴാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണ്. എന്തിനാണ് തിങ്കളും വ്യാഴവും നോമ്പ് നോക്കാൻ പറഞ്ഞത്? പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങൾ, ഒന്ന്, തുഅറദു അഅ്മാലുൻ നാസി ഫീ കുല്ലി ജുമുഅ ഐ ഉസ്ബൂഇൻ മറത്തൈൻ യൗമൽ ഇത്നൈനി വ യൗമൽ ഖമീസ്. അഥവാ എല്ലാ ജുമുഅ എന്നുള്ള ആ വാക്കിന്റെ അവിടുത്തെ അർത്ഥം ഉസ്ബൂ, എല്ലാ ആഴ്ചകളിലും 2 തവണ മനുഷ്യന്റെ അഅ്മാലുകൾ അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. യൗമൽ ഇത്നൈനി വ യൗമൽ ഖമീസ്, അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. എന്നിട്ട് പറഞ്ഞു ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ. നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ വരാം, സംസാരത്തിൽ തെറ്റാം, നോട്ടത്തിൽ തെറ്റാം, കേൾവിയിൽ തെറ്റാം, ചെയ്തികൾ, ചിന്തകൾ, അതൊക്കെ തെറ്റ് സംഭവിക്കാം. മനുഷ്യരാണ് നമ്മൾ. കുല്ലു ബനി ആദം ഖത്താഉൻ, ആദം മക്കളെല്ലാം തെറ്റു സംഭവിക്കുന്നവരാ. റബ്ബിന്റെ സമക്ഷത്തിൽ നമ്മുടെ അമലുകൾ, അതിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ, മുഅ്മിൻ എന്ന പരിഗണനയിൽ, ഈമാനുള്ളവൻ എന്ന പരിഗണനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്ന് പുറത്തു തരും. ഇല്ലാ അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ശഹനാ. മനസ്സിലാക്കണം. എന്നാൽ ചില മുഅ്മിനുകൾ, അവർ മുഅ്മിനാണ്, ഈമാനുള്ളവരാണ്, പക്ഷെ അവരുടെ ആ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നില്ല, അവർക്ക് മഗ്ഫിറത്ത് കിട്ടുന്നില്ല, അവർക്ക് വിട്ടുവീഴ്ച കിട്ടുന്നില്ല. എന്താണ് കാരണം? ആ മനുഷ്യനും തന്റെ സഹോദരനും ഇടയിൽ ഒരു ശഹന ഉണ്ട്, ഒരു ചേരിപ്പോര്, അതല്ലെങ്കിൽ ഒരു പക, അല്ലെങ്കിൽ ഒരു വിദ്വേഷം. ആ 2 അടിമകൾ, ആ മുഅ്മിനായ 2 അടിമകൾക്കിടയിൽ ഒരു വിദ്വേഷം, ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം അവർ മസ്ലഹത്താക്കുന്നില്ല, ആ പ്രശ്നം അവർ പരിഹരിക്കുന്നില്ല, ആ പ്രശ്നം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു പിണക്കം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ജ്യേഷ്ഠനും അനുജനുമാവാം, വാപ്പയും ഉമ്മയുമാകാം, മക്കളും മാതാപിതാക്കളുമാകാം, അയൽവാസികളാവാം, കൂട്ടുകാരാവാം. ആ പക അവരെങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ മനുഷ്യന്റെ അമലുകൾ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ സമയത്ത് അല്ലാഹു പറയുന്നത് ഉത്റുകൂ ഹാദൈനി ഹത്താ യഫീആ, ഇവരുടെ കാര്യം മാറ്റിവെച്ചേക്ക്, അവരുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചതിനു ശേഷം ഇവന്റെ കാര്യം പരിഗണിക്കാം. അവർ തമ്മിലുള്ള പ്രശ്നം, ആ വിട്ടുവീഴ്ച പരസ്പരമുള്ള വിട്ടുവീഴ്ചയൊക്കെ നൽകി അവര് മാപ്പാക്കട്ടെ. ആദ്യം അവര് പൊറുക്കാൻ പഠിക്കട്ടെ, അവര് മാപ്പ് കൊടുക്കാൻ പഠിക്കട്ടെ, എന്നിട്ട് അവന്റെ കാര്യം പരിഗണിക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതാ പറയുമെന്നാണ്. യഫീആ എന്ന് പറഞ്ഞാൽ യർജിഅ വയതസ്വലിഹ, അവര് മടങ്ങി, അവർ നന്നാകട്ടെ, എന്നിട്ടേ അവന് മഗ്ഫിറത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ തിങ്കളും വ്യാഴവും എന്നുള്ളത് മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സമയമാണ്. ഇതൊക്കെ മുൻഗാമികൾ വളരെ ഗൗരവത്തോടെ കണ്ട വിഷയമാണ്. നമുക്കിതൊന്നും ശ്രദ്ധയിൽ തന്നെ വന്നിട്ടില്ല. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ നേരത്തെ ഇമാം ദഹ്ഹാഖിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ രേഖപ്പെടുത്തിയത് കാണാം. യബ്കി ഇല ഇംറഅതിഹി യൗമൽ ഖമീസി വതബ്കി ഇലൈഹി, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് കരയുമായിരുന്നു. ഈ ഇമാം ഇബ്രാഹിം അൻ-നഖഈ കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ അടുക്കലിരിക്കും, ഭാര്യയും കരയുമായിരുന്നു. വയഖൂൽ, അവർ പറയും, അൽയൗമ തുഅറദു അഅ്മാലുനാ അലല്ലാഹി അസ്സ വജൽ, നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്,
നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്, റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഈ ആഴ്ച കഴിഞ്ഞുപോയത്, എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇബ്രാഹിം നഖഈയും അദ്ദേഹത്തിന്റെ ഭാര്യയും കരീമായിരുന്നുവെന്ന് അതേ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആഴ്ചക്ക് പുറമെ സനവിയായി അഥവാ വർഷത്തിൽ ഒരു മനുഷ്യന്റെ അമലുകൾ ഒന്നിച്ച് ഒരു കൊല്ലം മുഴുവനുമുള്ള ഡീറ്റെയിൽസ് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് മനുഷ്യന്റെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഈ അമലുകൾ ഹാജരാക്കപ്പെടുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ മനുഷ്യരാണ്, വ്യക്തിപരമായ വിദ്വേഷങ്ങൾ ഉണ്ടാവാം, വെറുപ്പുകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ ഇവിടെ എല്ലാം ചിന്തിക്കേണ്ടത് വ്യക്തിപരമായ ഏതൊരു പ്രശ്നമാണെങ്കിലും, ഏതൊരു വിഷയമാണെങ്കിലും എല്ലാവർക്കും വിട്ടുവീഴ്ച നൽകുക എന്നുള്ള ദീൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഖുദിൽ അഫു, അല്ലാഹു പറയുന്നു ഖുദിൽ അഫു, നിങ്ങൾ മാപ്പ് എടുത്തോ എന്നാ പറഞ്ഞു. വിട്ടുവീഴ്ച നിങ്ങൾ എടുത്തോ. ഖുദിൽ അഫു, ഖുദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഖുദ്, നീ എടുക്ക്. എന്താ എടുക്കേണ്ടത്? അൽ അഫു, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് നിന്റെ ഒരു സവിശേഷതയായി നീ എടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പകയോ വിദ്വേഷമോ മനസ്സിൽ കൊണ്ടു നടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിലും, വ്യക്തിപരമായ ഒരു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിലും വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടില്ല. അതൊരു സ്വർഗീയമായ അവസ്ഥയാണെന്നാണ്. സ്വർഗത്തിലുള്ള പുയ്യാപ്പിളമാരെ കുറിച്ചും അവിടെയുള്ള വീട്ടുകാരികളെ കുറിച്ചും പറയുന്ന ഒരു വാചകമുണ്ട് ഹദീസിൽ. സ്വർഗത്തിലെ വീട്, ആ വീട്ടിലെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്, അവിടുത്തെ ഇണയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്, തന്റെ ഇണയുടെ മുഖമൊന്ന് കറുത്താൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസം ആ മുഖത്ത് പ്രതിഫലിച്ചാൽ ഇണ വന്ന് കയ്യിൽ പിടിച്ച് പറയുമെന്നാണ്, ഞാൻ ഈ കൈയെടുക്കില്ല, നിങ്ങൾ എനിക്ക് വിട്ടുവീഴ്ച തന്നാലല്ലാതെ, നിങ്ങൾ എനിക്ക് വിട്ടു തന്നാലല്ലാതെ ഈ കൈ ഞാൻ വലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തന്റെ പ്രിയതമന്റെ, തന്റെ ഇണയുടെ വിട്ടുവീഴ്ചക്ക് വേണ്ടിയിട്ട് കെഞ്ചുന്ന ഒരു അവസ്ഥ സ്വർഗമാണ്, സ്വർഗത്തിലെ ഇടം അവിടുത്തെ അവസ്ഥയാണെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് വ്യക്തിപരമായ മനുഷ്യർക്കിടയിൽ നിൽക്കുന്ന ആ വിഷയങ്ങൾക്ക് മുഴുവനും സ്വതന്ത്രമായി, നിരുപാധികമായി മാപ്പ് കൊടുക്കാൻ പഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരാള്, പ്രവാചകൻ, ഒരു അഅറാബി, ഒരു കാട്ടറബിയാണ് അയാൾ. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല, കൾച്ചർ അറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തോളത്തൊരു പരിക്കൻ, നമ്മുടെ ടർക്കി പോലൊരു തുണി റസൂലിനെ ഇങ്ങനെ കഴുത്തിലിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിട്ടിരിക്കുകയാണ്. ഇയാൾ വന്ന് ഒരൊറ്റ വലിയ കൊണ്ട് വലിച്ചു. ഈ ടർക്കി പോലെ ഒരു പരിക്കൻ തുണി കഴുത്തിലിട്ട് ഇങ്ങനെ വലിച്ചാൽ പ്രവാചകന്റെ കഴുത്തിന്റെ ഒരു ഭാഗം മുതൽ മറ്റേ ആ ഭാഗം വരെ തൊലി ഇങ്ങനെ അടർന്നുപോയി, ചുവപ്പ് വീണു. പ്രവാചകൻ നന്നായി വേദനിച്ചു. എന്നിട്ട് ഇയാൾ പറയാണ്, എന്തെങ്കിലും താന്നോ, ആച്ചിൽമാൻ കുറച്ച് പൈസ ഇങ്ങോട്ട് തരാ. നിങ്ങൾ അനുസരിക്കുക, വലിച്ചിട്ട് പോവല്ല, ആച്ചിൽമാൻ എനിക്ക് കുറച്ച് പൈസ വേണം, പൈസ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വിളിച്ചിട്ട്, അയാൾക്ക് എന്താണോ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുക, അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലായി, നമ്മൾ റസൂലിനെ കുറിച്ച് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ നമ്മൾ പറയും, വെറുതെ പറയല്ല, അതൊരു വെറും വാക്കല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തി ജീവിതത്തിന്റെ പ്രത്യേകതകൾ നബി ഏറ്റവും അധികം ഉപദ്രവിച്ച ആളാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയ മനുഷ്യനാണ് ഈ മുനാഫിഖായ. മദീനയിൽ അദ്ദേഹം റസൂലുള്ള കടന്നു ചെന്നിട്ടില്ലായിരുന്നെങ്കിൽ, മദീനയിലേക്ക് റസൂലുള്ള എത്തിയില്ലായിരുന്നെങ്കിൽ മദീനയുടെ നേതാവാകേണ്ട ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. പക്ഷെ റസൂലുള്ളയുടെ വരവോടെ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഇല്ലാതായി പോയി. അതിന്റെ വിദ്വേഷം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മുസ്ലിമായി, ആളുകളുടെ കൂടെ മുസ്ലിമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്ന ആളാണ്. നബി ഏറ്റവും അധികം ഉപദ്രവിച്ച ആളാണ്. വൈദേശിക ശക്തികളുമായി സഖ്യം കൂടിയിട്ട്, അവരുമായി സഖ്യം ചേർന്നിട്ട്, അവരുമായി ഇടപഴകിയിട്ട് ഇസ്ലാമിനെതിരെ, റസൂലുള്ളാഹിക്കെതിരെയുള്ള എല്ലാ പരിപാടികളും മദീനത്ത് വന്ന് നടത്തിയ ആളാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. പക്ഷേ അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരികയാണ്. നബി ഏറ്റവും അധികം ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉപദ്രവിച്ച്, റസൂലുള്ളാഹിന്റെ ഭാര്യയെ ആക്ഷേപിച്ച്, കുടുംബത്തെ ആക്ഷേപിച്ച്, വളരെ കൃത്യമായി ദീനെ ഉപദ്രവിച്ച് നടന്ന ആ വ്യക്തിപരമായും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയും പ്രവാചകനെതിരെ നിന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരിക്കാൻ നേരത്ത്
അദ്ദേഹത്തിന്റെ മകൻ വരികയാണ്. മകൻ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയണം, എന്റെ ഉപ്പക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? അങ്ങയുടെ ജുബ്ബ വേണം. അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന്റെ കഫൻ പുടവയുടെ കൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് ധരിച്ച ജുബ്ബ കൊടുക്കണം എന്ന് എന്റെ ഉപ്പയുടെ ആഗ്രഹമാണ്. തന്റെ മകൻ വന്ന് പറയാണ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ മകൻ വന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ പോയി ഒരു ജുബ്ബ, പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട ജുബ്ബ എടുത്തു കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ണുരുട്ടുന്നുണ്ട്, ആംഗ്യം കാണിക്കുന്നുണ്ട്. ആരാന്നറിയില്ലേ? ആളെ മനസ്സിലാകാതാണ് റസൂൽ കൊടുക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തുവിടുകയാണ്. പ്രവാചകൻ കൊടുത്തുവിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജുബ്ബ പുതച്ചാണ് ആ മുനാഫിഖായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോണത്. അത്രയും റസൂലുള്ളാഹി ഉപദ്രവിച്ച ഒരു മനുഷ്യൻ, അത്രയും പ്രയാസപ്പെടും. ഒരുപക്ഷെ അബൂജഹൽ പോലും ആ രൂപത്തിൽ, കാര്യം അത് പ്രത്യക്ഷ ശത്രുവാണ്, ഇത് ഉള്ളിൽ നിന്നിട്ട് ഉള്ള ശത്രുവാണ്. അപ്പോൾ ആ ഒരു മനുഷ്യനോട് പോലും റസൂലുള്ളാഹിയുടെ പെരുമാറ്റവും പ്രവാചകന്റെ വിട്ടുവീഴ്ചയും വളരെ കൃത്യമാണ്. മാത്രമല്ല, ഇതാ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു. ആ കിടപ്പിൽ അദ്ദേഹം മരിച്ചു. ആ മരിച്ച നേരത്ത് അദ്ദേഹത്തിന്റെ മകൻ ഓടി വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറയുന്നത്? നബിയെ, അങ്ങ് മയ്യത്ത് നിസ്കരിക്കണം, അങ്ങ് ഇമാമായി നിന്ന് മയ്യത്ത് നിസ്കരിക്കണം, എന്റെ ഉപ്പയുടെ ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോവാൻ. ആർക്ക്? മയ്യത്ത് നിസ്കരിക്കാൻ. ചില റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് മയ്യത്ത് റസൂൽ നിസ്കരിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ ഉള്ളത്. അല്ലാഹ് ആയത്തിറക്കി, ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മററതൻ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. താങ്കൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും, ഇനി പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിലും 70 തവണ താങ്കൾ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. താങ്കൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിലും 70 തവണ നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കേട്ടപ്പോ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? 71ാമത്തെ വട്ടവും ഞാൻ ചോദിക്കും അല്ലാഹുവിനോട്, 71ാമത്തെ വട്ടവും അല്ലാഹുവേ എന്റെ ശത്രുവിന് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ റബ്ബിനോട് ചോദിക്കും. കാരണം 70 വട്ടം എന്നല്ല ക്ലോസ് വെച്ചത്, 71ാമത്തെ വട്ടവും ഞാൻ അല്ലാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. അതാ റസൂലുള്ളാഹിന്റെ ഖൽബ്, അതാ റസൂലുള്ളാഹിന്റെ മനസ്സ്. അപ്പൊ ആ ഉത്തമരായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ, എല്ലാ പകയും വിദ്വേഷവും മാനസികമായ അകൽച്ചകളും അത് ദീനിന്റെ വിഷയത്തിലല്ലാത്ത ഭൗതികമായ സർവ്വകാര്യങ്ങളും ആർക്കും എന്തു നിലക്കുള്ള വിട്ടുവീഴ്ചകളും നൽകി ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലമതിക്കുന്ന, റബ്ബ് പരിഗണിക്കുന്ന, റബ്ബ് സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റാൻ പണിയെടുക്കണം, പരിശ്രമിക്കണം. ഓഫ്ലത്തിലാകുന്ന സമയവും സന്ദർഭവും സ്ഥലവും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഖൽബ് അള്ളാഹുവിന്റെ ദിക്റിലാക്കി നിലനിർത്താൻ പരിശ്രമിക്കണേ, പണിയെടുക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമാകുന്ന സമയത്ത് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് വിശ്വാസികളുടെ സ്വഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ ഭാഗമായി അത് പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവരൊരുമിച്ച് സംഘടിച്ച് അഹ്ലൻ റമളാൻ ഹലാബത്തുൽ ഖുർആൻ, ശുദ്ധ ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കുന്ന ഒരു സന്ധ്യ, ഒരു വൈകുന്നേരം ശുദ്ധ ഖുർആന്റെ ആയാത്തുകളിലൂടെയും അതുപോലെ തന്നെ അതിന്റെ സന്ദേശങ്ങളിലൂടെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ഖുർആൻ നഗർ ഒരുങ്ങുന്നുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ആ നഗരിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി ജീവിക്കുന്ന ഖുർആൻ എന്ന് പറയാൻ കഴിയുന്ന ഹാഫിളുകളായ ആളുകൾ 6 പേരാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഈ ഹിഫ്ള് അക്കാദമിയിൽ നിന്ന് ഹാഫിളുകളായി പുറത്തിറങ്ങുന്ന 6 മക്കളാണ്. അവരുടെ
അഭിമാനമുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ട് അവർ നടത്തിയ അധ്വാനത്തിന്റെ, അവരുടെ പരിശ്രമത്തിന്റെ, അവരുടെ എഫർട്ടിന്റെ, വീട്ടിൽ നിന്ന് മാറി നിന്ന് സമയം ചെലവഴിച്ച് രാവും പകലും അവരിരുന്ന് പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, അങ്ങനെ വിശുദ്ധ ഖുർആൻ അവരുടെ ഉള്ളിലേക്ക്, റബീഉ ഖൽബ് എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഹൃദയ വസന്തം എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഉള്ളിൽ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പ്രാപ്തരായ 6 മക്കൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് സനദ് നൽകുന്നുണ്ട്. നമ്മളെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം, നമ്മുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട് മനസ്സിലാക്കി വരുന്ന കുട്ടികൾ, എനിക്ക് ഖുർആൻ ഹാഫിളാകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരക്കുട്ടികളിൽ ആരെങ്കിലും ഒരാൾക്ക് ആ ഒരു മനസ്സുണ്ടായാൽ അൽഹംദുലില്ലാഹ്, ആ ഒരു മനസ്സ് മതി, അവർ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയം മതി. ഒരുപക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് കിട്ടാവുന്നത് വലിയൊരു കിരീടമാവാം. സ്വർഗത്തിൽ ഒരു വലിയ കിരീടം ധരിച്ചെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് ഇണക്കി തരാം. അതുകൊണ്ട് എല്ലാ ആളുകളും ആ ഒരു പരിപാടിയിലേക്ക് വന്നു ചേരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം ആലിമുകളെയാണ് നമുക്ക് വേണ്ടത്, ആലിമുകളെയാണ് നമുക്ക് വേണ്ടത്, പണ്ഡിതന്മാരെയാണ് നമുക്ക്. ഖുർആൻ പഠിച്ചാൽ അവൻ ആലിമാണ്, സംശയമില്ല. എല്ലാ ആലിമുകളും ഹാഫിളായിക്കൊള്ളണമെന്നില്ല, എല്ലാ ആലിമീങ്ങളും ഹാഫിളായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഹാഫിളുകൾ അവർ ആലിമുകളാണ്, അവർ ഉള്ളിൽ ഖുർആൻ ഉണ്ട്. അപ്പോ സ്വാഭാവികമായും ആലിമുകളെ സമൂഹത്തിന് വേണം. പ്രത്യേകിച്ച് ഇക്കാലം ആലിമുകൾ കുറഞ്ഞു വരികയാണ്, അറിവുള്ളവർ കുറഞ്ഞു വരികയാണ്, വേണ്ടപ്പെട്ടവർ തന്നെ മരണപ്പെട്ടു പോവുകയാണ്, ഇസ്സത്തുള്ള ആലിമീങ്ങൾ കുറഞ്ഞു പോവുകയാണ്, ദീനോട് താല്പര്യമുള്ള ആലിമീങ്ങൾ കുറഞ്ഞു പോവുകയാണ്. അതിന്റെ ഒടുവിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി ബഹുമാനനായ എം എം മദനി. ഒരുപക്ഷെ നമുക്കൊരു ചെറിയ മനുഷ്യനാണ്, കാര്യം അദ്ദേഹം എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്ന ആളാണ്. ആരെ കണ്ടാലും ചിരിക്കുന്ന, ഏത് കുട്ടിയെ കണ്ടാലും ഓടി വന്ന് കൈപിടിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്ന, വാപ്പയുടെ അടുക്കൽ ഉമ്മയുടെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് വിവരമറിയുന്ന, എവിടെങ്കിലും ഒരു മരണമുണ്ടെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ കീമോ ചെയ്ത് തളർന്നു കിടക്കുന്ന സമയത്ത് പോലും നിന്ന് മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്തടങ്ങളിൽ പോയി കാത്തിരുന്നിരുന്ന് നിസ്കരിച്ച് വന്ന കഥകൾ പോലും പല ആളുകളും പറയുമ്പോഴാണ് നമുക്കും അദ്ദേഹത്തിന്റെ ആ ഹിർസ്, അതിലേക്കുള്ള താല്പര്യം മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഒരു വലിയ അറിയപ്പെട്ട ആളാണ്. ഒരുപക്ഷെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ചിക്കാഗോ പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും പരാമർശിക്കപ്പെട്ട ആളാണ് എം എം മദനി. ഒരുപക്ഷെ നമുക്ക് അദ്ദേഹം ചെറിയ മനുഷ്യനാവാം. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പോലും തിസീസുകളിൽ പരാമർശിക്കപ്പെട്ട ആളാണ് എം മദനി സാഹിബ്. അപ്പൊ ചില ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കും, അങ്ങനെ ഉണ്ടോ? ഉണ്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ. കാരണം ലോക ചരിത്രത്തിൽ ഖാദിയാനികളുമായി നടന്ന മുബാഹലയിൽ, അതിന് മുബാഹല വാചകങ്ങൾ സ്വന്തം കുടുംബത്തോടൊപ്പം എഴുന്നേറ്റ് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ചൊല്ലി റസൂലുള്ളാഹിന്റെ റിസാലത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ് എം എം മദനി. ചെറിയ ആളല്ല, നമ്മുടെ മുന്നിൽ ഒരു ചെറിയ മനുഷ്യൻ. പക്ഷേ റസൂലുള്ളാഹിന്റെ റിസാലത്ത് കാലഘട്ടത്തിൽ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി അന്തിമ പ്രവാചകനാണെന്ന്, അല്ലെങ്കിൽ പ്രവാചകനാണെന്ന് വാദിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഖാത്തിമുൻ നുബുവത്തിനെ ചോദ്യം ചെയ്ത് കടന്നു വന്ന ആളുകൾ മുബാഹലക്ക് വെല്ലുവിളിച്ചപ്പോ, ശാപപ്രാർത്ഥനക്കുണ്ടോ എന്ന് വെല്ലുവിളിച്ചപ്പോ, ഞാനുണ്ട്, ഞാൻ ആ വാചകം ചൊല്ലിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ ഖാത്തിമ, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മുബാഹല ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, ആ സമയത്ത് എഴുന്നേറ്റ് വന്ന് ഈ ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, ലോക മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മുബാഹല വാചകം ചൊല്ലിക്കൊടുത്ത ആളാണ് എം എം മദനി. ധാരാളമായി ആഖിറത്തിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്ന ആളാണ് എം എം മദനി. പഴയകാല ആളുകൾക്കൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള്, പ്രസംഗങ്ങള്, അത് വരുത്തിയ മാറ്റങ്ങള്. ആ രൂപത്തിൽ പ്രവർത്തിച്ച ദീനിനു വേണ്ടി ഉൾക്കാമ്പോടുകൂടി പ്രവർത്തിക്കുക മാത്രമല്ല, ദീനൊരു പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധൈര്യസമേതം എന്തു സംഭവിച്ചാലും ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ആർജവത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ആലിമുകൾ, പണ്ഡിതന്മാർ. സഹോദരങ്ങൾ, അത് കാലത്തിന് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്. നമ്മിൽ നിന്ന് അത്തരത്തിലുള്ള ഉലമാഉകൾ വേർപെട്ടു പോകുമ്പോൾ അവരുടെ പിന്നാലെ, അവരുടെ പിൻഗാമികളായി ഊർജ്ജസ്വലരായ ആർജവമുള്ള ഉലമ എഴുന്നേറ്റ് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആ പണ്ഡിതന് അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വ് ചെയ്ത് മഗ്ഫിറത്ത് നൽകി അല്ലാഹു അദ്ദേഹത്തെ സ്വർഗ്ഗസ്ഥനായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സ്നേഹിതന്മാരെയും ആ നിലയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതരായി എത്തുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين.